ജില്ലയിലെ കുന്നംകുളത്തുള്ള വ്യാപാര ഭവൻ ഹാൾ ചൊവ്വാഴ്ച ഒരു സ്നേഹസംഗമത്തിന് സാക്ഷിയായി. ചരിത്രം ഉറങ്ങിക്കിടന്ന കുന്നംകുളത്തിന്റെ മണ്ണിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനത്തിന് തുടക്കം കുറിക്കുമ്പോൾ WMF കേരളയുടെ ചരിത്രത്തിൽ മറ്റൊരു ഉദ്യമത്തിന്റെ ആരംഭം കൂടിയായിരുന്നു. തൃശൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രസിഡന്റ് ബിനോയ് വടക്കന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി സിന്ധു സജീവ് സ്വാഗതം പറഞ്ഞു. കേരള സ്റ്റേറ്റ് കൗൺസിൽ പ്രസിഡന്റ് റഫീഖ് മരക്കാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ ജോയിന്റ് ട്രഷറർ VM സിദ്ദിഖ് കുന്നംകുളം, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സന് ആദ്യ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിൻ വിത്ത് WMF ഫീൽ ദ ഡിഫറന്റ് വേൾഡ് എന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സ്ലോഗൻ മുൻ സൗദി നാഷണൽ കൗൺസിൽ കോർഡിനേറ്റർ ഡൊമിനിക് സാവിയോ പ്രകാശനം ചെയ്തു. തുടർന്ന് 10ഓളം അംഗങ്ങൾ മെമ്പർഷിപ്പ് സ്വീകരിച്ച് സംഘടനയുടെ ഭാഗമായി. ഫ്രാൻസ് മുണ്ടാടൻ, കോർഡിനേറ്റർ നാഷണൽ കൗൺസിൽ ഇന്ത്യ; ബദറുദ്ദീൻ കരിപ്പോട്ടയിൽ, നാഷണൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഇന്ത്യ; ഫൗസിയ ആസാദ്, പ്രവാസി വെൽഫെയർ ഫോറം കോർഡിനേറ്റർ നാഷണൽ കൗൺസിൽ ഇന്ത്യ; കബീർ റഹ്മാൻ, ട്രഷറർ കേരള സ്റ്റേറ്റ് കൗൺസിൽ; മേരി ജോസഫ്, മെമ്പർഷിപ്പ് കോർഡിനേറ്റർ കേരള സ്റ്റേറ്റ് കൗൺസിൽ; ഫൈസൽ ഉൽപ്പില്ല, ജോയിന്റ് സെക്രട്ടറി കേരള സ്റ്റേറ്റ് കൗൺസിൽ; അലി ആലുവ, റിയാദ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നിവർ പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. ലീന സാജൻ, ഏഷ്യ റീജിയൻ വിമൻസ് ഫോറം കോർഡിനേറ്റർ; ഷൈജു തോമസ്, സൗദി നാഷണൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ്; സലാം കുന്നോത്ത്, വൈസ് പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് കൗൺസിൽ; കരീം പന്നിത്തടം, പാട്രൺ കേരള സ്റ്റേറ്റ് കൗൺസിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജാസിർ, സ്പോർട്സ് ഫോറം കോർഡിനേറ്റർ കേരള; ഇക്ബാൽ, പ്രവാസി വെൽഫെയർ ഫോറം കോർഡിനേറ്റർ കേരള; അനുലിബ, അഗ്രികൾച്ചർ ഫോറം കോർഡിനേറ്റർ നാഷണൽ കൗൺസിൽ ഇന്ത്യ; ശ്രീകേഷ് വെള്ളാണിക്കര, മീഡിയ ഫോറം കോർഡിനേറ്റർ നാഷണൽ കൗൺസിൽ ഇന്ത്യ; ഖാദർ, ട്രഷർ കോഴിക്കോട്; ശാലിനി, സാബു, ട്രഷർ തൃശൂർ; ബെന്നി, വൈസ് പ്രസിഡന്റ് തൃശൂർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി റജി ആൽബർട്ട് നന്ദി അറിയിച്ചു. ഏറെ ആരവങ്ങളില്ലാതെ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി കൃത്യമായ കൂടിയാലോചനകളും ആസൂത്രിത മികവും കൊണ്ട് വന്നെത്തിയവരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചപ്പോൾ ഇതിന്റെ സംഘാടകരായ തൃശൂർ ജില്ലയ്ക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന കാര്യമാണ്. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് അധികം സമയം ആയിട്ടില്ല എങ്കിലും തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് വടക്കന്റെ സംഘാടക മികവും ഈ പരിപാടിക്കായി സ്റ്റേറ്റ് കൗൺസിലിനോടൊപ്പം തോളോട് തോൾ ചേർന്ന തൃശൂർ ജില്ലയിലെ മറ്റു ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയും പ്രശംസനീയാർഹമാണ്. എണ്ണത്തിൽ കുറവായിരിക്കുമ്പോഴും പ്രവർത്തന മേഖലകളിൽ അവർ കാഴ്ചവെക്കുന്ന സംഘാടകത്വ മികവും അറിവും പ്രവർത്തന തൽപരതയും നാളെ കേരളത്തിന് മാതൃകയാകുമെന്ന് തന്നെ കരുതുന്നു. ഈ അവധിക്കാലത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ റിയാദ് സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ കേരളത്തിനോടുള്ള അവരുടെ സ്നേഹം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. മെയ് 1 മുതൽ ഓഗസ്റ്റ് 30 വരെ നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ 1000 അംഗങ്ങളെ തികച്ചുകൊണ്ട് പൂർത്തിയാക്കണമെന്ന സ്റ്റേറ്റ് കൗൺസിൽ ഉദ്ദേശം പ്രസിഡന്റ് റഫീഖ് മരക്കാർ യോഗത്തിൽ അറിയിച്ചു. ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർക്കുന്ന വ്യക്തിക്കും ജില്ലയ്ക്കും സ്റ്റേറ്റ് കൗൺസിൽ വക പ്രത്യേക സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതോടൊപ്പം തന്നെ 2025 ജനുവരിയിൽ നടക്കാനിരിക്കുന്ന കേരള മീറ്റ് പ്രഖ്യാപനവും പ്രസിഡന്റ് റഫീഖ് മരക്കാർ വേദിയിൽ നടത്തുകയുണ്ടായി. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കും. ക്യാമ്പയിൻ സമാപനവും ഇതിനേക്കാൾ നന്നായി കുന്നംകുളത്ത് തന്നെ നടത്താൻ ഞങ്ങൾ ഒരുക്കമാണ്. അതിനുള്ള അവസരം തൃശൂർ ജില്ലയ്ക്ക് തന്നെ തരണം. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് വടക്കന്റെ വാക്കുകൾക്ക് എന്തൊരു ഊർജവും ആത്മവിശ്വാസവുമാണ്. എല്ലാ ജില്ലാ ഭാരവാഹികളും അംഗങ്ങളും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏറ്റെടുക്കണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.